എൻ്റെ പേര് ദൃശ്യ. ഞാൻ കരിമ്പിൽ ഹൈസ്കൂളിൽ പഠിക്കുന്നു. ഇന്ന് ശ്രീധരൻ സാർ എടുത്തു തന്ന ക്ലാസ് വളരെ നന്നായിരുന്നു. സാറ് സ്വന്തം കുടുംബത്തെ സ്നേഹിക്കാനും അയൽക്കാരെ സ്നേഹിക്കാനും നമ്മളെ ഭാഗത്തുണ്ടാകുന്ന തെറ്റുകൾ തിരുത്തി എങ്ങനെ മുന്നോട്ട് പോകണമെന്നും നമ്മൾ എങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കണമെന്നും വളരെ നന്നായി ക്ലാസ് എടുത്തു. വീണ്ടും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും ശ്രീധരൻ സാറിൻ്റെ ക്ലാസ്സിലിരിക്കുന്നതായിരിക്കും. താങ്ക് യു. എൻ്റെ പേര് ശ്രീഷ്മ. ഞാൻ കരിമ്പിൽ ഹൈസ്കൂളിൽ നിന്ന് വരുന്നു. ഇന്നത്തെ ശ്രീധരൻ മാഷ് എടുത്ത ക്ലാസ് നന്നായിരുന്നു. ജീവിതത്തിൽ എങ്ങനെ നമുക്ക് സന്തോഷവും സമാധാനവും കണ്ടെത്താമെന്ന് മാഷ് നല്ല രീതിയിൽ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ എല്ലാവരോടും നല്ല സ്നേഹത്തിൽ നല്ല പെരുമാറ്റത്തിൽ ഇവിടെ പോയാൽ നമുക്ക് ഏറ്റവും നല്ല സന്തോഷം തന്നെ ഉണ്ടാവും. പിന്നെ മറ്റുള്ളവരുമായിട്ട് നമ്മൾ നല്ല കോണ്ടാക്റ്റ് ചെയ്ത് നല്ല സൗഹൃദം പുലർത്തണം. നല്ല പെരുമാറ്റത്തിലൂടെ നല്ല ശീലങ്ങൾ നമ്മൾ കണ്ടെത്തണമെന്ന് മാഷ് നമുക്ക് പറഞ്ഞു. വെരി ഗുഡ്. എൻ്റെ പേര് മെറിൻ സേവ്യർ. ഞാൻ കരിമ്പിൽ ഹൈസ്കൂൾ കുമ്പളപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഇന്ന് ശ്രീധരൻ മാഷ് ക്ലാസ് വളരെ നല്ല ക്ലാസ്സായിരുന്നു. സന്തോഷത്തിനെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും വളരെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മുടെ ലക്ഷ്യബോധത്തെക്കുറിച്ചും കുറേയേറെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്നു. എൻ്റെ പേര് ഷെറി. ഞാൻ 9 പഠിക്കുന്നു. കരിമ്പിൽ ഹൈസ്കൂൾ കുമ്പളപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. ഇന്ന് ശ്രീധരൻ മാഷ് എടുത്ത ക്ലാസ്സിൽ നിന്ന് ഞാൻ എന്താണെന്നും എങ്ങനെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പ്രയത്നിക്കണമെന്ന് പഠിച്ചു. എൻ്റെ പേര് റോസ്ദേവ്. ഞാൻ കരിമ്പിൽ കുമ്പളപ്പള്ളിയിൽ നിന്നായിരുന്നു. ശ്രീധരൻ മാഷ് എടുത്ത ക്ലാസ് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മാഷ് സമയത്തെക്കുറിച്ച് 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യ സമയം നമ്മൾ ഉറക്കമാണ്. രണ്ടാമത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മളെ പഠന പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന സമയമാണ്. പിന്നെ ബാക്കി കൂടുതൽ കാര്യങ്ങൾ. താങ്ക് യു. എൻ്റെ പേര് സജി പി ജോസ്. ഞാൻ കുമ്പളപ്പള്ളി കരിമ്പിൽ ഹൈസ്കൂൾ HM ആണ്. നമ്മുടെ സ്കൂളിലെ കുട്ടികൾ ഈ വർഷം ഇത് 2ാം തവണയാണ് ആനന്ദാശ്രമത്തിൽ നമ്മൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടെത്തുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസിന്റെ ഒരു ഫീഡ്ബാക്ക് കൊണ്ടാണ് 2ാമത്തെ തവണയും നമ്മളിവിടെ വരാൻ താല്പര്യപ്പെട്ടത്. കുട്ടികൾ അനുഭവിക്കുന്ന ഇന്ന് സാമൂഹ്യപരമായി സോഷ്യൽ മീഡിയ അതുപോലെയുള്ള കുടുംബപരമായി ഒക്കെ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് എങ്ങനെ സ്വയം പരിഹാരം കാണണം എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ബോധം, അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ എങ്ങനെ സ്വയം അതിൽ നിന്ന് മുക്തി നേടാം, അല്ലെങ്കിൽ എങ്ങനെ സ്വന്തമായി അതിന് പരിഹാരം നേടാം എന്നുള്ള ഒരു കൃത്യമായ മാർഗനിർദ്ദേശം ഈ ഒരു 2 മണിക്കൂർ ക്ലാസ്സിലൂടെ നമുക്ക് ലഭിച്ചു എന്നുള്ളത് പറയാൻ വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് വീട്ടിലെ സാമ്പത്തിക സ്ഥിതി, അല്ലെങ്കിൽ വീട്ടിലത്തെ അസന്തുലിതാവസ്ഥ, അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയുള്ള പുതിയ കാര്യങ്ങൾ എങ്ങനെ മിതത്വം പാലിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായ നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻ നൽകാൻ ക്ലാസ്സിന് സാധിച്ചു എന്ന് പറയുന്ന വലിയ സന്തോഷമുണ്ട്. വീണ്ടും അടുത്ത വർഷവും അവസരം കിട്ടിയാൽ നമ്മുടെ സ്കൂളിലെ കുട്ടികളെയും കൊണ്ട് ഇവിടെ വരാൻ നമുക്ക് താല്പര്യവുമുണ്ട്. കരിമ്പിൽ ഹൈസ്കൂൾ കുമ്പളപ്പള്ളിയിൽ നിന്ന് വന്നതാണ്. ഹൈസ്കൂൾ വിദ്യാർത്ഥികളെയും കൊണ്ടാണ് വന്നത്. അപ്പം ശ്രീധരൻ മാഷിൻ്റെ ക്ലാസ് വളരെ നല്ലൊരു അനുഭവമായിരുന്നു കുട്ടികൾക്ക്. ക്ലാസ് റൂമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ കുറേ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി പറ്റി. അതുപോലെ തന്നെ ജീവിതത്തിൽ സന്തോഷമൊക്കെ ഉണ്ടാക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ്, അതെങ്ങനെ നമ്മൾ ശീലമാക്കണം എന്നൊക്കെ വളരെ കൃത്യമായിട്ട് സാറ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യ സഹജമാണ്. പക്ഷേ ആ തെറ്റ് തിരുത്താനുള്ള ആ ഒരു മെന്റാലിറ്റിയാണ് നമുക്ക് ഉണ്ടാകേണ്ടത് എന്ന് കുട്ടികൾക്ക് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ശാസ്ത്രത്തിന് പല കണ്ടുപിടുത്തങ്ങളും ഉണ്ട്. പക്ഷേ ആ കണ്ടുപിടുത്തങ്ങൾ നമ്മളെ മോശമാക്കുന്നൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യണം, ആ ശാസ്ത്രത്തെ നമ്മൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ള ഒരു നല്ലൊരു ഉപദേശം കുട്ടികൾക്ക് അദ്ദേഹം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ക്ലാസ് വളരെ ഉപകാരപ്രദമായിരുന്നു. നന്ദി. എൻ്റെ പേര് ജിതിൻ. ഞാൻ കരിമ്പിൽ ഹൈസ്കൂളിലെ അധ്യാപകനാണ്. നമ്മുടെ ശ്രീധരൻ മാഷ് നന്നായി ക്ലാസ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നെ സ്പർശിച്ചൊരു കാര്യമെന്ന് നമ്മൾ അധ്യാപകർ നേരിടുന്ന പ്രശ്നങ്ങൾ ശ്രീധരൻ മാഷ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടികളോട് സ്നേഹമില്ല എന്നൊരു ചിന്ത കുട്ടികൾക്ക് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതിനുള്ള കൃത്യമായ കാരണം ശ്രീധരൻ മാഷ് കൃത്യമായി പറഞ്ഞു. നല്ലൊരു ക്ലാസ് ആയിരുന്നു.